ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോണാണ് പോക്കോ X3 Pro. ഇതൊരു മികച്ച ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണാണ്. അതായത് 20,000 രൂപയ്ക്ക് താഴെ ലഭിക്കാവുന്ന ഒരു മികച്ച ഫോണിൻ്റെ അൺബോക്സിങ്ങായിട്ടാണ് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അൺബോക്സിങ് വീഡിയോ കാണാം. നമ്മൾ ഈ ഫോൺ ഇപ്പോൾ മേടിച്ചു, ഉപയോഗിച്ചിട്ടുള്ള ഒരു അൺബോക്സിങ്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിവ്യൂ അൺബോക്സിങ് അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മേടിച്ച ഉടനെ പൊട്ടിച്ചൊരു വീഡിയോ ചെയ്യുമല്ലോ. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പോക്കോ X3 Pro ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫോണിൻ്റെ ബോക്സിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ ബോക്സ് നേരത്തെ ഒന്ന് അൺബോക്സ് ചെയ്തതാണ്, അത് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ മുകളിലായിട്ട് എഴുതിയിരിക്കുന്നത് ആദ്യം പോക്കോ X3 Pro, അതുപോലെ നമ്മുടെ ഫോണിൻ്റെ മെയിൻ കാര്യമായ സ്നാപ്ഡ്രാഗൺ 860 പ്രോസസ്സർ. ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ബോക്സിൻ്റെ പുറയിലായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ്, അതായത് 6.7 ഇഞ്ച് ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ 6GB 128GB വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫോണിൻ്റെ പുറയിൽ. പിന്നെ 5100 mAh ബാറ്ററി മുതലായ കാര്യങ്ങളാണ് നമുക്ക് ഫോണിൻ്റെ ബോക്സിൻ്റെ പുറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്തേക്കാം. പോക്കോ X3 Proയുടെ ബോക്സ് ഇവിടെ അൺബോക്സ് ചെയ്ത് സംഭവങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഫോണിൻ്റെ കിട്ടിയ സാധനങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു TPU കേസ്, നമ്മുടെ എല്ലാ ഫോണിൻ്റെയും കൂടെ കിട്ടുന്ന ടൈപ്പിലുള്ളൊരു കേസാണ് അതുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ലഭിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ മാനുവൽ, അതുപോലെ അതിൻ്റെ പേപ്പറുകളും ബില്ലും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 33 വാട്ടിൻ്റെ ഒരു ചാർജറും Type-C കേബിളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നൊരു കേബിളാണ്, ചാർജിങ് വിത്ത് ഡേറ്റ ട്രാൻസ്ഫർ. ഈ 33 വാട്ടിൻ്റെ ചാർജർ എന്താ പറയുന്നത്, 1 മണിക്കൂർ കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ നമ്മുടെ പോക്കോ X3 Pro. ഇത്ര സംഭവങ്ങളാണ് നമുക്ക് ഈ ബോക്സിനകത്ത് ലഭിക്കുന്നത്. നമുക്കിനി നമ്മുടെ പോക്കോ X3 Pro ഒന്ന് അടുത്ത് കാണാം. നമ്മൾ ഫോണിൻ്റെ പുറവശം നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മികച്ചൊരു ക്യാമറ ഡിസൈനും, അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് വശമാണ് വരുന്നത്, ഗ്ലാസ് അല്ല, ഒരു പ്ലാസ്റ്റിക് ബാക്കാണ് ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റ് നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പോക്കോ X2 ആണ്. അത് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനകത്ത് 5000 mAh ഉണ്ടായിട്ടൂടെ പ്ലാസ്റ്റിക് ബാക്ക് വാഷ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റേതായ പ്രോബ്ലംസും അതിനകത്തുണ്ട്. അത് നമ്മൾക്ക് ഫോൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. 4 ക്യാമറകളാണ് നമുക്ക് ഈ ഫോണിൻ്റെ പുറകിൽ പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ സോണിയുടെ ഒരു മെയിൻ ക്യാമറയും, അതുപോലെ 8 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിളും, 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും, 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫ്ലാഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷനോടുകൂടിയ ഒരു സ്ക്രീനാണ് നമുക്ക് ലഭിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഉള്ളൊരു സ്ക്രീനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ടച്ച് റെസ്പോൺസ് ഒക്കെ ഉണ്ട്, നമുക്കത് ഓണാക്കുമ്പം കാണാം. ഇനി നമ്മുടെ ഫോണിൻ്റെ സൈഡ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ വലത്ത് സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. അത് ആ ഇതിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ആ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. അത് പവർ ബട്ടണിലാണ് അത് ചെയ്തേക്കുന്നത്. അതിൻ്റെ മേളിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് കാണാൻ പറ്റും, വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ബട്ടൺ. നമ്മുടെ ഫോണിൻ്റെ താഴ്വശം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്പീക്കർ ഗ്രില്ല് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ Type-C പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, ചാർജ് ചെയ്യാനും മറ്റും. പിന്നെ ഒരു പ്രൈമറി മൈക്രോഫോണും, അതുപോലെ ഒരു ഹെഡ്സെറ്റിൻ്റെ 3.5 ജാക്കുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ഫോണിൻ്റെ ഇടത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിം ഇടാനുള്ള പോർട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നമുക്കവിടെ അതിൻ്റെ പുറയിൽ സൈഡിലായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഫോണിൻ്റെ മേൽവശത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം റെഡ്മി പോക്കോ ഫോണുകളിൽ കാണാൻ സാധിക്കുന്ന IR ബ്ലാസ്റ്റർ നമുക്കവിടെ മേളിൽ കാണാൻ സാധിക്കും. അത് വെച്ച് നമുക്ക് TV, AC തുടങ്ങിയ ഡിവൈസുകളൊക്കെ നമുക്ക് റിമോട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു IR ബ്ലാസ്റ്റർ സെൻസർ വെച്ച്. പിന്നെ ഒരു സെക്കൻഡറി മൈക്രോഫോൺ നമുക്ക് അതിൻ്റെ മേളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് നമുക്ക് പോക്കോ X3 Proയുടെ ഫ്രണ്ടിൽ വരുന്നത്. അതൊരു ഡോട്ട് നോച്ചായിട്ട് വരുന്നത്. നമ്മുടെ സ്ക്രീനിൻ്റെ നടുക്ക് മുകളിലായിട്ട് ചെറിയൊരു വട്ടത്തിനുള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ മുക്കാൽ ഭാഗം എന്നല്ല ഫുള്ള് നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അല്ലാതെ സൈഡിൽ അത്രയും ക്യാമറയ്ക്ക് വേണ്ടി കുറച്ച് പോർഷൻ അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല, ചെറിയൊരു പോർഷനിലാണ് ക്യാമറ ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ നല്ല മികച്ചൊരു അനുഭവം നമുക്ക് ഡിസ്പ്ലേയിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. നമുക്ക് ഫോൺ ഓണാക്കിയിട്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയേക്കാം. ഇപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. എനിക്കിത് ഓണായി വരുമ്പോൾ തന്നെ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരു പുതിയ ഫോൺ മേടിക്കുമ്പോൾ
അതിൻ്റേതായ ബ്ലോട്ട്വെയർസ് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഈ ഫോണിനകത്ത് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാലും നേരത്തേക്കാളും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടാത്ത കുറേ ആപ്ലിക്കേഷനുകൾ ഇതിനകത്തുണ്ടായിരുന്നു. നമ്മളതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പോക്കോ റെഡ്മി ഫോണുകളൊക്കെ മേടിക്കുന്നവരൊന്ന് സൂക്ഷിക്കുക. അതൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ മികച്ചൊരു അനുഭവം തന്നെയാണ്. നമുക്ക് കാഴ്ച അനുഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ടാണ് ഫോൺ വർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും എല്ലാം. പിന്നെ 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകൾ കുറവാണ്. ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ആപ്പുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ പറയുക, നല്ല മികച്ചൊരു അനുഭവമാണ് നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ LCD ഡിസ്പ്ലേ ആണ്, LED അല്ല. അങ്ങനെ ഒരു കുറവുണ്ട് നമുക്ക്. LED ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായം കൂടി ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ എബൌട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. ഇത് വരുന്നത് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് OS ആണ്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് MIUI 12.4 ആണ് വരുന്നത്, 04 ആണ് വരുന്നത് നമ്മുടെ ഫോണിൽ. അത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് തന്നെയാണ് നമുക്ക് ഫോൺ മേടിക്കുമ്പോൾ കിട്ടുന്നത്. അതൊരു നല്ല ഇത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു, അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി സെക്ഷൻ നോക്കാം. ഫിംഗർ പ്രിൻ്റ് ലോക്ക്, ഫേസ് ലോക്ക് മുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് നോക്കാം. നമ്മൾ വിരൽ വെക്കുമ്പോൾ തന്നെ അത് അൺലോക്ക് ആവുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ വിരൽ അവിടെ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അൺലോക്ക് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റാണ്, ലാഗൊന്നുമില്ല. വിരൽ വെക്കുമ്പോൾ തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വിരൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ അൺലോക്ക് ആകുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫേസ് അൺലോക്ക് കൂടെ നോക്കിയേക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫേസ് അൺലോക്ക് നമുക്ക് നോക്കാം, എത്ര വേഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മൾ ജസ്റ്റ് ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് അൺലോക്ക് ആകുന്നുണ്ട്. വലിയ ലാഗൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. അതും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരിക്കലും ഫേസ് അൺലോക്ക് സെക്യൂർ ആണെന്ന് ഒരു കമ്പനിക്കാരും പറയുന്നില്ല. അത് ജസ്റ്റ് അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ സിം ഇടുന്ന ഭാഗവും അതുപോലെ മെമ്മറി കാർഡ് ഇടുന്നതൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. നമുക്കപ്പോൾ സിം ഇജക്ടർ വെച്ച് നമ്മുടെ സിം സ്ലോട്ട് ഒന്ന് തുറക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ സിം ഇട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നലെ ഫോൺ മേടിച്ചെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ സിമ്മൊക്കെ ഫോണിനകത്തുണ്ട്. നമ്മുടെ ഫോണിൽ വരുന്നത് ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ 2 സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മോ ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാനാണ് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഒന്നിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്പീക്കർ ഒന്ന് നോക്കാം. നമുക്ക് സ്റ്റീരിയോ സ്പീക്കറാണ് നമുക്കിവിടെ വരുന്നത്. താഴെ ഒരു സ്പീക്കറും മേളിൽ ഇയർ പീസിൻ്റെ അവിടെ ഒരു സ്പീക്കറാണ് വരുന്നത്. നമുക്ക് നല്ലൊരു സൗണ്ട് നമുക്ക് ഈ സ്പീക്കറിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു സ്റ്റീരിയോ എഫക്റ്റ് നമുക്ക് സ്പീക്കറിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല സൗണ്ടാണ്, ചെറിയ സൗണ്ടൊന്നുമല്ല, അത്യാവശ്യം നല്ല സൗണ്ടാണ്. അതിൻ്റേതായ ഒരു കുഴപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഞാൻ പറയാവുന്നത്. അതായത് നമ്മുടെ സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ബാക്ക് പാനലിൽ നല്ലൊരു വൈബ്രേഷൻ വരുന്നുണ്ട് പാട്ടൊക്കെ വെക്കുമ്പോൾ. കവറിടുമ്പം ഈ ഫോണിലൂടെ കിട്ടിയ കവറിടുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് വൈബ്രേഷൻ. പക്ഷേ കട്ടിയുള്ളൊരു കവറിട്ടാൽ ചിലപ്പോൾ വൈബ്രേഷൻ കുറയ്ക്കാൻ സാധിക്കും. അല്ലാത്തപ്പോൾ നമ്മൾ നല്ലൊരു സൗണ്ടിൽ ഫുൾ സൗണ്ടിൽ പാട്ട് വെക്കുമ്പോൾ നമ്മുടെ ബാക്ക് പാനലിൽ നല്ല വൈബ്രേഷൻ നമുക്ക് വരുന്നുണ്ട്. അത് അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്റ്റീരിയോ സ്പീക്കർ നല്ല അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഈ ഫോണിൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ തന്നെയാണ് ഒരു സ്റ്റീരിയോ എഫക്റ്റ്. ഇനി നമുക്കൊരു പാട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊരു മ്യൂസിക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ഇതിൻ്റെ സ്റ്റീരിയോ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം സ്നാപ്ഡ്രാഗണിൻ്റെ 860 പ്രോസസ്സർ വരുന്നതുകൊണ്ട് തന്നെ അതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മികച്ച ഗെയിമിംഗ് അനുഭവം നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 260 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. നല്ല മികച്ച ഒരു ഗെയിമിംഗ് അനുഭവം തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഒരു ലാഗോ ഫ്രെയിം റേറ്റ് കുറവ് അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഇതിനകത്ത് അനുഭവപ്പെടുന്നില്ല. നല്ല മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക്
പബ്ജി പെസ് അതുപോലുള്ള വലിയ വലിയ ഗെയിമുകളൊക്കെ ഈ ഫോണിൽ സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ആ പ്രൊസസ്സറിൻ്റെ മികവ് തന്നെയാണ്. കാരണം സ്നാപ്ഡ്രാഗൺ 860 പ്രൊസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. അത് നമുക്ക് വെറും 18,999 രൂപയ്ക്കാണ് ഈ ഫോൺ ലഭിച്ചത്. 20,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു പ്രൊസസ്സർ വെച്ചുള്ള ഫോൺ കിട്ടിയത്. നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണാൻ സാധിക്കും എന്ത് സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന്, അല്ല ഫോൺ ഗെയിം കളിക്കാൻ സാധിക്കുന്നതെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഓവർവ്യൂ ജസ്റ്റ് നോക്കാം. എല്ലാ കാര്യങ്ങളും മൊത്തത്തിലൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തോന്നിയ മികച്ച കാര്യങ്ങളും അതുപോലെ നെഗറ്റീവ് സൈഡും എല്ലാം നമുക്ക് ഈ ഫോൺ ഇപ്പോൾ നോക്കാം. ആദ്യം തന്നെ എന്താ പറയുക, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ അത് മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ വരുന്നത്. പക്ഷേ LCD ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ സ്റ്റീരിയോ സ്പീക്കർ, അത് നമുക്ക് മികച്ചൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് ഗെയിം കളിക്കുമ്പോഴും അല്ലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു സ്റ്റീരിയോ എഫക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനോട് പറയാനുള്ള ഒരു കാര്യം, ബാക്ക് പാനൽ പ്ലാസ്റ്റിക്കാണ് നമുക്ക് നമ്മുടെ ഫോണിൽ വരുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തത്. പക്ഷേ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ വരുന്നതുകൊണ്ട് തന്നെ നല്ല സൗണ്ടിലൊക്കെ പാട്ട് വെക്കുമ്പോൾ പുറകെ നല്ല വൈബ്രേഷൻ വരുന്നുണ്ട് അത്യാവശ്യം. പക്ഷേ പോക്കോ X3യുടെ അത്രയും വൈബ്രേഷൻ വരുന്നില്ല എന്നാണ്. ഞാൻ X3 ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. മറ്റുള്ളവർ ഞാൻ പറഞ്ഞു കേട്ടത് X3യുടെ അത്രയും വൈബ്രേഷൻ X3 പ്രോയ്ക്ക് ഇല്ല എന്നാണ്. അത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും വൈബ്രേഷൻ ഉണ്ട്, അത് 100% പറയുന്നുണ്ട്. നമുക്ക് നല്ലൊരു വൈബ്രേഷൻ പുറകിൽ ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങളിപ്പോൾ കണ്ടു. അതുപോലെ ഇതിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നല്ല മികച്ച സ്മൂത്തായിട്ടാണ് ഫോൺ വർക്ക് ചെയ്യുന്നത്. ബാറ്ററി ബാക്കപ്പ് നമ്മൾ ഗെയിം കളിക്കുമ്പോഴെല്ലാം നോക്കി നമുക്ക് വലിയ ബാറ്ററി ബാക്കപ്പ് കുറവൊന്നും അനുഭവപ്പെടുന്നില്ല. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗെയിം കളിച്ചാലും എങ്ങനെയാണല്ലോ നമുക്ക് ഒരു ദിവസത്തോളം നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മേടിച്ചതേ ഉള്ളൂ, മേടിച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ. കുറച്ച് ദിവസം ഉപയോഗിച്ചാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം. ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് ഈ പോക്കോ X3 പ്രോയെ പറ്റി പറയാനുള്ളത്. ക്യാമറ നമ്മൾ പോക്കോ X3 പ്രോയുടെ ക്യാമറയെ പറ്റി അധികം പറയാത്തതിൻ്റെ കാരണം എന്ന് കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിൻ്റെ ഒരു സോണിയുടെ ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത്. പക്ഷേ എന്താ പറയുക, അത്ര വലിയ ക്ലാരിറ്റി നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വലുതായിട്ടൊന്നും പറയുന്നത്. എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ഈ ഫോണിൻ്റെ മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 860 പ്രൊസസ്സറാണ്. അതാണ് ഈ ഫോണിൻ്റെ മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അത്ര ഇത് ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച അത്ര ഇത് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് കിട്ടിയില്ല. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ആവറേജ് ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. വലിയ ക്ലാരിറ്റി നമുക്ക് പറയാനായിട്ട് മാത്രമില്ല, എന്നാലും ആവറേജ് ക്ലാരിറ്റി. ഇത്രയാണ് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാനായിട്ടുള്ളത്. ഇത്രയൊക്കെ ആയിരുന്നു സുഹൃത്തുക്കളെ നമുക്ക് ഈ പോക്കോ X3 പ്രോയെ പറ്റി പറയാനായിട്ടുള്ളായിരുന്നത്. നമുക്ക് നല്ലൊരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കുറച്ചാൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.